അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളിൽ ജനിച്ചവരാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തി സംബന്ധിച്ച്, ജോലി മുതലായിട്ടുള്ള പ്രൊഫഷൻ മുതലായിട്ടുള്ള സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ സൂര്യനും ചൊവ്വയുമാണ്. സ്ഥാപനത്തിലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അധികാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് വരാവുന്നതാണ്. പക്ഷേ ഉണ്ടായേക്കാവുന്ന സമ്മർദ്ദങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകും. അവരവരുടെ ടീമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒക്കെ ഒരു നേതൃത്വം ലഭിക്കും. എന്നാൽ കഠിനമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടെ കഴിഞ്ഞു പോകേണ്ടതായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. അതുമൂലമുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം ഒക്കെ അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കും. എങ്കിൽ പോലും ചിലവും അതിനനുസരിച്ച് കൂടും. അത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആരോഗ്യപരമായിട്ട് എല്ല് സംബന്ധിച്ചുള്ള അതുപോലെ പല്ല് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും തലവേദനയും മറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, വീട്ടിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന കർശന നിയന്ത്രണങ്ങൾ മക്കൾക്കോ ഭാര്യയ്ക്കോ അച്ഛനമ്മമാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംഘർഷങ്ങളുണ്ടാകുക, അസ്വാസ്ഥ്യങ്ങളുണ്ടാകുക ഒക്കെ വരാനുള്ള സാഹചര്യം ആണ് ഉള്ളത്. പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം എണ്ണ ഒഴിച്ച് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ എള്ളെണ്ണ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുക. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ഈ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച്, അതായത് എണ്ണയും തിരിയൊക്കെ ഇട്ട് കത്തിക്കാൻ അതൊരു വഴിപാടായിട്ട് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷമ കൈക്കൊള്ളണം. എടുത്തു ചാടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യരുത്. ഇതൊക്കെ ഈ പറയുന്ന അഡ്വേഴ്സ് ഇഫക്റ്റിൽ നിന്ന് കുറച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇനി ഉള്ളത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയം പൂരൂരുട്ടാതി മുക്കാൽ. പൂരൂരുട്ടാതിയുടെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവരുടെ ലഗ്നത്തിൽ ബുധ ശുക്ര രാഹു യോഗമുണ്ട്. പല കാര്യങ്ങളുടെയും ഒരു ഫോക്കൽ പോയിൻ്റ് മാറിയേക്കാവുന്ന, അതായത് ജീവിതത്തിൻ്റെ ഒരു ദിശ തന്നെ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് മറ്റൊരു പുതിയ സ്ഥാപനത്തിൽ ജോലി എടുക്കാൻ സാധിക്കും. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്.